തീയതി 25/5/25. അവ്യക്ത ബാബ്ദാദ റിവൈസ് 4/9/2005 മധുബൻ. ശിക്ഷണത്തോടൊപ്പം ക്ഷമയും ദയവും സ്വായത്തമാക്കൂ. ആശീർവാദങ്ങൾ നൽകൂ, ആശീർവാദങ്ങൾ നേടൂ. അപ്പോൾ താങ്കളുടെ വീട് ആശ്രമം ആയി മാറും. ഇന്ന് ബാബ്ദാദ സർവ കുട്ടികളുടെയും മസ്തകത്തിൽ പ്യൂരിറ്റിയുടെ രേഖകൾ നോക്കുകയാണ്. കാരണം ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ തന്നെ പവിത്രതയാണ്. പവിത്രതയുടെ രേഖകൾ ഏതാണ് അറിയാമോ? പവിത്രത സർവർക്കും പ്രിയമാണ്. പവിത്രത സുഖത്തിൻ്റെ, ശാന്തിയുടെ, സ്നേഹത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ജനനിയാണ്. പവിത്രത മനുഷ്യൻ്റെ സത്യമായ അലങ്കാരമാണ്. പവിത്രതയില്ലെങ്കിൽ മാനവ ജീവിതത്തിന് മൂല്യമില്ല. ഏതുപോലെ ഇത് കാണുന്നുണ്ട്, ദേവതമാർ പവിത്രമാണ്, അതിനാൽ തന്നെ മാനനീയരും പൂജ്യനീയരുമാണ്. പവിത്രത ഇല്ലെങ്കിൽ മാനവ ജീവിതത്തെ ഇക്കാലത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാബ്ദാദ നിങ്ങളെല്ലാ കുട്ടികൾക്കും ബ്രാഹ്മണ ജന്മത്തിൻ്റെ ഈ ഒരു വരദാനം നൽകി, പവിത്ര ഭവ, യോഗി ഭവ. ഏത് ആത്മാവിൽ പവിത്രതയുണ്ടോ അവരുടെ പെരുമാറ്റ രീതിയും മുഖവും തിളങ്ങുന്നു. അതിനാൽ പവിത്രത തന്നെയാണ് ജീവിതത്തെ ശ്രേഷ്ഠമാക്കുന്നതെന്ന്. വാസ്തവത്തിൽ നിങ്ങളെല്ലാ കുട്ടികളുടെയും ആദി സ്വരൂപം തന്നെ പവിത്രതയാണ്. അനാദി സ്വരൂപവും പവിത്രതയാണ്. ഇങ്ങനെയുള്ള പവിത്ര ആത്മാക്കളുടെ വിശേഷതകൾ അവരുടെ ജീവിതത്തിൽ സദാ പവിത്രതയുടെ പേഴ്സണാലിറ്റി കാണപ്പെടുന്നു. പവിത്രതയുടെ റിയാലിറ്റി, പവിത്രതയുടെ റോയൽറ്റി മുഖത്തും പെരുമാറ്റത്തിലും കാണപ്പെടുന്നു. ഈ രേഖകൾ ജീവിതത്തിൻ്റെ അലങ്കാരമാണ്. റിയാലിറ്റിയാണ് ഞാൻ അനാദി ആദി സ്വരൂപത്തിൽ എന്നതിൻ്റെ സ്മൃതിയിലൂടെ സമർത്ഥമായി മാറുന്നു. റോയൽറ്റിയാണ് സ്വയവും സ്വമാനത്തിൽ ഇരിക്കുകയും ഓരോരുത്തർക്കും ബഹുമാനം നൽകി നടക്കുകയും ചെയ്യുന്നവർ. പേഴ്സണാലിറ്റിയാണ് സദാ സന്തുഷ്ടതയും പ്രസന്നതയും. സ്വയവും സന്തുഷ്ടം, അന്യരെയും സന്തുഷ്ടം ആക്കുന്നവർ. പവിത്രതയിലൂടെ പ്രാപ്തികളും വളരെയധികമുണ്ട്. ബാബ്ദാദ നിങ്ങളെല്ലാ കുട്ടികൾക്കും എന്തെല്ലാം പ്രാപ്തികളാണ് ഉണ്ടാക്കിച്ചത് അതറിയുന്നുണ്ടല്ലോ. എത്ര ഖജനാവുകളാൽ നിറച്ചു. അഥവാ പ്രാപ്തികളെ സ്മൃതിയിൽ വയ്ക്കുകയാണെങ്കിൽ നിറഞ്ഞവരായി മാറും. ഏറ്റവും ആദ്യം നൽകിയ ഖജനാവാണ് ജ്ഞാനത്തിൻ്റെ ഖജനാവ്. അതിലൂടെ ജീവിതത്തിൽ ഇരിക്കുമ്പോഴും ദുഃഖത്തിൽ നിന്നും അശാന്തിയിൽ നിന്നും മുക്തമാകുന്നു. വ്യർത്ഥ സങ്കല്പം, നെഗറ്റീവ് സങ്കല്പം, വികല്പം, വികർമ്മം ഇവയിൽ നിന്നും മുക്തമാകുന്നു. അഥവാ ഏതെങ്കിലും വ്യർത്ഥ സങ്കല്പമോ വികല്പമോ വന്നാൽ പോലും ജ്ഞാനത്തിൻ്റെ ബലത്തിലൂടെ വിജയിയായി മാറുന്നു. രണ്ടാമത്തെ ഖജനാവാണ് ഓർമ്മ, യോഗം. അതിലൂടെ ശക്തികളുടെ പ്രാപ്തി ഉണ്ടാകുന്നു. ശക്തികളുടെ ആധാരത്തിലൂടെ സർവ സമസ്യകളെയും സർവ വിഘ്നങ്ങളെയും സഹജമായി മറികടക്കുന്നു. മൂന്നാമത്തെ ഖജനാവാണ് ധാരണകളുടേത്. അതിലൂടെ സർവ ഗുണങ്ങളുടെയും പ്രാപ്തി ഉണ്ടാകുന്നു. നാലാമത്തെ ഖജനാവാണ് സേവനത്തിൻ്റെ. അതിലൂടെ സേവനം ചെയ്യുന്നതിലൂടെ ആരുടെ സേവനം ചെയ്യുന്നുവോ അവരുടെ ആശീർവാദങ്ങൾ ലഭിക്കുന്നു. സന്തോഷം പ്രാപ്തമാകുന്നു. ഇത്രയും ഖജനാവുകൾ ബാബയിലൂടെ എല്ലാ ആത്മാക്കൾക്കും പ്രാപ്തമാകുന്നു. ബാബ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് ഖജനാവുകൾ നൽകുന്നത്. ചിലർക്ക് കുറവോ ചിലർക്ക് കൂടുതലോ നൽകുന്നില്ല. എന്നാൽ സ്വീകരിക്കുന്നവരിൽ വ്യത്യാസമുണ്ടാകുന്നു. ചില കുട്ടികളാണെങ്കിൽ ഖജനാവുകൾ പ്രാപ്തമാക്കി കഴിച്ചും കുടിച്ചും ആഹ്ലാദിച്ചും പിന്നെ ആഹ്ലാദത്തിൽ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ചില കുട്ടികൾ കഴിക്കുന്നു, കുടിക്കുന്നു, ആഹ്ലാദിക്കുന്നു, ശേഖരിക്കുകയും ചെയ്യുന്നു. മറ്റു ചില കുട്ടികൾ കാര്യത്തിലും ഉപയോഗിക്കുന്നു, എന്നാൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വർദ്ധിപ്പിക്കുന്നതിനുള്ള താക്കോലാണ് ഖജനാവുകളെ സ്വയം പ്രതിയും മറ്റുള്ളവരെ പ്രതിയും യൂസ് ചെയ്യണം.
എന്താണോ യൂസ് ചെയ്യുന്നത് അത് വർദ്ധിക്കുന്നു. അപ്പോൾ സ്വയം തന്നോട് ചോദിക്കൂ, ഈ വിശേഷ ഖജനാവ് ശേഖരിച്ചുവോ എന്ത് പറയും? അതേ എന്നോ കുറച്ചൊക്കെ എന്നോ? ആരുടെ അടുക്കലാണോ ഈ ഖജനാവുകൾ ശേഖരിക്കപ്പെട്ടിട്ടുള്ളത് അവർ സദാ നിറഞ്ഞവരായിരിക്കുന്നു. നോക്കൂ, ഏതെങ്കിലും വസ്തു നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ചഞ്ചലത ഉണ്ടാകുന്നില്ല. അഥവാ നിറഞ്ഞതല്ലെങ്കിൽ ചഞ്ചലത ഉണ്ടാകുന്നു, കുലുങ്ങുന്നു. ഏതെങ്കിലും വസ്തുവിനെ പൂർണ്ണ രീതിയിൽ നിറയ്ക്കുന്നില്ലെങ്കിൽ അത് കുലുങ്ങുന്നു. അപ്പോൾ ഇവിടെയും അഥവാ സർവ ഖജനാവുകളാൽ നിറഞ്ഞവരല്ലെങ്കിൽ ചഞ്ചലത ഉണ്ടാകുന്നു. സദാ ഈ ലഹരി ഉണ്ടായിരിക്കണം. ബാബയുടെ ഖജനാവുകൾ എൻ്റെ ജന്മസിദ്ധ അധികാരമാണ്. ബാബ നൽകി, താങ്കൾ സ്വീകരിച്ചു. അപ്പോൾ എല്ലാ ഖജനാവുകളും ആരുടേതായി? താങ്കളുടേതായല്ലോ. അപ്പോൾ ആരുടെ പക്കൽ ഖജനാവുകളുണ്ടോ അവർ എത്ര ലഹരിയിലിരിക്കുന്നു. ചെറിയൊരു രാജാവിൻ്റെ പുത്രനായ രാജകുമാരൻ ഉണ്ടെന്നിരിക്കട്ടെ. പിതാവിൻ്റെ പക്കൽ എന്തെല്ലാം ഖജനാവാണുള്ളത് എന്നത് അറിയുക പോലുമില്ല. പക്ഷേ പിതാവിൻ്റെ ഖജനാവുകൾ എൻ്റെ ഖജനാവാണ് എന്ന ലഹരി ഉണ്ടായിരിക്കും. ഖജനാവുകളുടെ സന്തോഷത്തിലും ഇരിക്കും. അഥവാ സന്തോഷം കുറയുകയാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? ബാബ ഖജനാവുകൾ നൽകി എന്നത് കേട്ടു. എന്നാൽ ഒന്നാണ് കേൾക്കുന്നവർ, മറ്റൊന്നാണ് ഉൾക്കൊള്ളുന്നവർ. ആരാണോ ഉൾക്കൊള്ളുന്നവർ അവർ ലഹരിയിൽ ഇരിക്കുന്നു. ഇന്ന് പുതിയ പുതിയ കുട്ടികളും വന്നിരിക്കുകയാണ്. ബാബ്ദാദ ലക്കി കുട്ടികളായ താങ്കൾക്ക് താങ്കൾ ഇവരുടെയും ഭാഗ്യത്തിനുള്ള ആശംസകൾ നൽകുകയാണ്. തൻ്റെ ഭാഗ്യത്തെ തിരിച്ചറിഞ്ഞുവോ? പരമാത്മാ സ്നേഹം, അവിനാശിയായ സ്നേഹം കേവലം ഒരു ജന്മമല്ല തുടരുന്നത്, അനേകം ജന്മങ്ങൾ സദാ സ്നേഹം നിലനിൽക്കുന്നു. കാരണം ഏതൊരു സമയമാണോ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ സമയവും സംഗമയുഗമാണ്, ഭാഗ്യവാൻ യുഗമാണ്. സത്യയുഗത്തെയും ഭാഗ്യവാൻ എന്ന് പറയുന്നു. എന്നാൽ വർത്തമാന സംഗമയുഗത്തിൻ്റെ സമയം അതിനേക്കാളും ഭാഗ്യവാനാണ്. എന്തുകൊണ്ട്? ഈ സംഗമയുഗത്തിൽ തന്നെയാണ് ബാബയിലൂടെ അഖണ്ഡ ഭാഗ്യത്തിൻ്റെ വരദാനവും സമ്പത്തും പ്രാപ്തമാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഗമയുഗത്തിൽ, ഭാഗ്യശാലി സമയത്തിൽ താങ്കൾ എല്ലാവരും തൻ്റെ ഭാഗ്യം നേടുന്നതിനായി എത്തിച്ചേർന്നിരിക്കുകയാണ്. ബാബ്ദാദ കുട്ടികൾക്ക് ഒരു വളരെ സഹജമായ പുരുഷാർത്ഥത്തിൻ്റെ വിധി കേൾപ്പിക്കുന്നു. സഹജമായതാണല്ലോ ആഗ്രഹിക്കുന്നത്, പ്രയാസമായത് ആഗ്രഹിക്കുന്നില്ലല്ലോ. ഈ കുട്ടികൾക്ക് അഥവാ പഴയവർക്ക് ഭാഗ്യത്തിനുള്ള സഹജമായ വിധി ലഭിച്ചുവല്ലോ. ഏറ്റവും സഹജമായത് ഇതാണ്. മറ്റൊന്നും ചെയ്യേണ്ടതില്ല, കേവലം ഒരു കാര്യം ചെയ്യണം. ഒരു കാര്യം ചെയ്യുവാൻ സാധിക്കുമല്ലോ. അതെ എന്ന് പറയൂ, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയൂ, ഹാൻജി എന്ന് പറയൂ. അപ്പോൾ ഏറ്റവും സഹജമായ വിധി ഇതാണ്. അമൃതവേള മുതൽ എല്ലാവർക്കും എന്തെല്ലാം ലഭിച്ചുവോ അതിലൂടെ ആശീർവാദങ്ങൾ നേടൂ, ആശീർവാദങ്ങൾ നൽകൂ. ക്രോധിയായവർ വന്നാൽ പോലും താങ്കൾ അവർക്കും ആശീർവാദങ്ങൾ നൽകൂ, ആശീർവാദങ്ങൾ നേടൂ. കാരണം ആശീർവാദങ്ങൾ തീവ്ര പുരുഷാർത്ഥത്തിൻ്റെ വളരെ സഹജമായ യന്ത്രമാണ്. ഏതുപോലെ സയൻസിൽ റോക്കറ്റ് ഉണ്ടല്ലോ. അപ്പോൾ എത്ര വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതേപോലെ ആശീർവാദങ്ങൾ നൽകണം, ആശീർവാദങ്ങൾ നേടണം. ഇതും മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു വളരെ സഹജ ഉപാധിയാണ്. അമൃതവേളയിൽ ബാബയിൽ നിന്നും സഹജ ഓർമ്മയിലൂടെ ആശീർവാദങ്ങൾ നേടൂ. മുഴുവൻ ദിവസവും ആശീർവാദങ്ങൾ നൽകൂ, ആശീർവാദങ്ങൾ നേടൂ. ഇത് ചെയ്യുവാൻ സാധിക്കുമോ? ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ കൈ ഉയർത്തൂ. ആരെങ്കിലും ശാപം നൽകിയാൽ എന്തു ചെയ്യും? താങ്കളെ വീണ്ടും വീണ്ടും ശല്യം ചെയ്യുകയാണെങ്കിലോ? നോക്കൂ, താങ്കൾ പരമാത്മാവിൻ്റെ കുട്ടികളാണ്. ദാതാവിൻ്റെ കുട്ടികൾ ദാതാവാണല്ലോ, മാസ്റ്റർ ദാതാവാണ്. അപ്പോൾ ദാതാവിൻ്റെ ജോലി എന്തായിരിക്കും?
നൽകുക എന്നത്. അപ്പോൾ ഏറ്റവും നല്ല വസ്തുവാണ് ആശീർവാദങ്ങൾ നൽകുക. എങ്ങനെയുള്ള വ്യക്തിയും ആയിക്കൊള്ളട്ടെ, എന്നാൽ താങ്കളുടെ സഹോദരനും സഹോദരിയുമാണ്. പരമാത്മാവിൻ്റെ സന്താനങ്ങൾ സഹോദരി സഹോദരന്മാർ ആണല്ലോ. അപ്പോൾ പരമാത്മാവിൻ്റെ സന്താനമാണ്, എൻ്റെ ഈശ്വരീയ സഹോദരനാണ്, ഈശ്വരീയ സഹോദരിയാണ്. അവർക്ക് എന്തു നൽകും? ശാപം നൽകുമോ? ബാബ ഒരിക്കലും ശാപം നൽകുന്നില്ല. നൽകുമോ? നൽകുന്നുണ്ടോ? അതെയെന്നോ അല്ലെന്നോ? അതെയെന്നോ അല്ലെന്നോ പറയൂ. വളരെയധികം സന്തോഷമായിരിക്കും. എന്തുകൊണ്ട്? അഥവാ ശാപം നൽകുന്നവർക്കും താങ്കൾ ആശീർവാദങ്ങൾ നൽകുകയാണെങ്കിൽ അവർ നൽകട്ടെ, നൽകാതിരിക്കട്ടെ. എന്നാൽ താങ്കൾ ആശീർവാദങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ദുഃഖം എന്തിനുണ്ടാകണം? ബാബ്ദാദ വന്നിരിക്കുന്ന കുട്ടികളായ താങ്കൾക്ക് ഒരു വരദാനം നൽകുന്നു. വരദാനം ഓർമ്മ വയ്ക്കുകയാണെങ്കിൽ സദാ സന്തോഷമായിരിക്കും. വരദാനം കേൾപ്പിക്കട്ടെ, കേൾക്കുമോ? വരദാനം ഇതാണ്. അഥവാ താങ്കൾക്ക് ആരെങ്കിലും ദുഃഖം നൽകിയാൽ പോലും താങ്കൾ ദുഃഖം സ്വീകരിക്കരുത്. അവർ നൽകിക്കൊള്ളട്ടെ, എന്നാൽ താങ്കൾ സ്വീകരിക്കരുത്. കാരണം നൽകുന്നവർ നൽകി, എന്നാൽ സ്വീകരിക്കുന്നവർ താങ്കളാണല്ലോ. നൽകുന്നവർ സ്വീകരിക്കുന്നവരല്ല. അഥവാ അവർ മോശമായ വസ്തു നൽകുകയാണ്, ദുഃഖം നൽകുകയാണ്, അശാന്തി നൽകുകയാണ് എങ്കിൽ മോശമായ വസ്തുവാണല്ലോ. താങ്കൾക്ക് ദുഃഖം ഇഷ്ടമാണോ? ഇഷ്ടമല്ലല്ലോ. അപ്പോൾ മോശമായ വസ്തുവായില്ലേ? മോശമായ വസ്തു സ്വീകരിക്കാറുണ്ടോ? ആരെങ്കിലും താങ്കൾക്ക് മോശമായ വസ്തു നൽകിയാൽ താങ്കൾ സ്വീകരിക്കുമോ? സ്വീകരിക്കുമോ? സ്വീകരിക്കില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നു? സ്വീകരിക്കുന്നുവല്ലോ. അഥവാ ദുഃഖം സ്വീകരിക്കുകയാണെങ്കിൽ ആരാണ് ദുഃഖിതരാകുന്നത്? താങ്കളാണോ ആകുന്നത്, അതോ അവരാണോ ആകുന്നത്? സ്വീകരിക്കുന്നവരാണ് കൂടുതൽ ദുഃഖിതരാകുന്നത്. അഥവാ ഇപ്പോൾ മുതൽ ദുഃഖം സ്വീകരിക്കുകയില്ലെങ്കിൽ പകുതി ദുഃഖം താങ്കളുടേത് അകന്നുപോയി. സ്വീകരിക്കുകയില്ലല്ലോ. താങ്കൾ ദുഃഖത്തിന് പകരം അവർക്ക് സുഖം നൽകും. അപ്പോൾ ആശീർവാദങ്ങൾ ലഭിക്കുമല്ലോ. അപ്പോൾ സുഖിയായി ഇരിക്കുകയും ചെയ്യും. ആശീർവാദങ്ങളുടെ ഖജനാവും നിറഞ്ഞതായിക്കൊണ്ടിരിക്കും. ഓരോ ആത്മാവിൽ നിന്നും ഇങ്ങനെയുള്ളവരായാലും താങ്കൾ ആശീർവാദങ്ങൾ നേടൂ. ശുഭഭാവനയും ശുഭകാമനയും വയ്ക്കൂ. ഇടയ്ക്കിടയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? ആരെങ്കിലും അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ശിക്ഷണം നൽകുന്നതിന് പരിശ്രമിക്കുന്നു. ഇവരെ ശരിയാക്കട്ടെ, ശിക്ഷണം നൽകുന്നു. ശിക്ഷണം നൽകിക്കൊള്ളൂ. എന്നാൽ ശിക്ഷണം നൽകുന്നതിൻ്റെ സർവോത്തമ വിധിയാണ് ക്ഷമയുടെ രൂപമായി ശിക്ഷണം നൽകൂ. കേവലം ശിക്ഷണം നൽകിയാൽ പോരാ, ദയയും ക്ഷമയും കാണിക്കൂ. ശിക്ഷണം നൽകുകയും ചെയ്യൂ. 2 വാക്കുകൾ ഓർമ്മ വയ്ക്കൂ: ശിക്ഷണവും ക്ഷമയും ദയയും. അഥവാ ദയാഹൃദയരായി അവർക്ക് ശിക്ഷണം നൽകുകയാണെങ്കിൽ താങ്കളുടെ ശിക്ഷണം കാര്യം ചെയ്യും. അഥവാ ദയാഹൃദയരായി അല്ല നൽകുന്നതെങ്കിൽ ശിക്ഷണം ഒരു കാതിലൂടെ കേൾക്കും, മറു കാതിലൂടെ പുറത്തു പോകും. ശിക്ഷണം ധാരണയാവുകയില്ല. ഇങ്ങനെയാണല്ലോ. അനുഭവമുണ്ടോ? താങ്കളും ആരുടെയെങ്കിലും ശിക്ഷകൻ ആകുന്നില്ലല്ലോ. വേഗത്തിൽ ശിക്ഷകൻ ആകാൻ അറിയാം, പക്ഷേ ക്ഷമ കാണിക്കുക. രണ്ടും ഒരുമിച്ച് വേണം. ഇപ്പോൾ മുതൽ ദയ കാണിക്കുന്നതിൻ്റെ വിധിയാണ് ശുഭഭാവനയും ശുഭകാമനയും. സത്യമായ സ്നേഹം കല്ലിനെയും ജലമാക്കുന്നു എന്ന് പറയാറില്ലേ? അതേപോലെ തന്നെ ക്ഷമയുടെ സ്വരൂപത്തിലൂടെ ശിക്ഷണം നൽകുന്നതിലൂടെ ഇത് ചെയ്യരുത്, ഇതുണ്ടാകരുത് എന്ന് താങ്കൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അത് പ്രത്യക്ഷത്തിൽ കാണപ്പെടും. ദയാഹൃദയരായി ശിക്ഷണം നൽകുന്നതിൻ്റെ താങ്കളുടെ പ്രഭാവം അവരുടെ കഠിന ഹൃദയത്തെയും പരിവർത്തനപ്പെടുത്തും. അപ്പോൾ എന്ത് വരദാനം ലഭിച്ചു? ദുഃഖം നൽകരുത്, ദുഃഖം സ്വീകരിക്കരുത്. ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ സ്വീകരിക്കരുത്. തെറ്റ് ചെയ്യരുത്.
ബാബ ദുഃഖം നൽകുന്നില്ല എന്നിരിക്കെ ഫാദറിനെ ഫോളോ ചെയ്യേണ്ടതുണ്ടല്ലോ. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അല്പം ശകാരിക്കുന്നു. ശകാരിക്കരുത്, ദയ കാണിക്കൂ. ദയയോടൊപ്പം ശിക്ഷണം നൽകൂ. വീണ്ടും വീണ്ടും ആരെയെങ്കിലും ശകാരിക്കുന്നതിലൂടെ കൂടുതൽ ആത്മാവ് ശത്രുവായി മാറുന്നു. വെറുപ്പ് വരുന്നു. പരമാത്മാവിൻ്റെ സന്താനങ്ങളാണല്ലോ. ഏതുപോലെ ബാബ പതിതരെയും പാവനമാക്കുന്നവനാണ്. അപ്പോൾ താങ്കൾക്ക് ദുഃഖിതർക്ക് സുഖം നൽകാൻ സാധിക്കില്ലേ? ഇപ്പോൾ പോയി ട്രയൽ നടത്തണം. ട്രയൽ ചെയ്യുമല്ലോ. അപ്പോൾ ആദ്യം ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. പരിവാരത്തിൽ അഥവാ ആരെങ്കിലും ദുഃഖം നൽകുകയാണെങ്കിൽ പോലും ദുഃഖം സ്വീകരിക്കരുത്. ആശീർവാദങ്ങൾ നൽകണം. ദയാഹൃദയരാകണം. ആദ്യം വീട്ടിലുള്ളവരോട് ചെയ്യൂ. താങ്കളുടെ വീടിൻ്റെ പ്രഭാവം അയൽപ്പക്കത്ത് ഉണ്ടാകും. അയൽപ്പക്കത്തിൻ്റെ പ്രഭാവം ദേശത്തുണ്ടാകും. ദേശത്തിൻ്റെ പ്രഭാവം വിശ്വത്തിൽ ഉണ്ടാകും. സഹജമാണല്ലോ. തൻ്റെ പരിവാരത്തിൽ ആരംഭിക്കൂ. കാരണം നോക്കൂ, വീട്ടിൽ ഒരാളെങ്കിലും അഥവാ ദേഷ്യപ്പെടുകയാണെങ്കിൽ വീടിൻ്റെ അന്തരീക്ഷം എന്തായി മാറുന്നു? വീടായി തോന്നുന്നുവോ അതോ യുദ്ധമൈതാനമായി തോന്നുന്നുവോ? ആ സമയത്ത് നല്ലതായി തോന്നുന്നുണ്ടോ? തോന്നുന്നില്ലല്ലോ. താങ്കൾക്ക് വേണ്ടിയുള്ളതുമാണ്. ഇന്ന് VIPസിനോടൊപ്പം മധുബനിലുള്ള സമർപ്പിത സഹോദരീ സഹോദരന്മാരും മുന്നിലിരിക്കുകയാണ്. തങ്ങളുടെ കൂട്ടുകാരിൽ നിന്നും തങ്ങളുടെ കാര്യം ചെയ്യുന്നവരിൽ നിന്നും ദുഃഖം സ്വീകരിക്കരുത്, ദുഃഖം നൽകരുത്. ആശീർവാദങ്ങൾ നൽകണം, ആശീർവാദങ്ങൾ നേടണം. അഥവാ താങ്കൾ അധികാരത്തോടെ ഇങ്ങനെയുള്ള സമയത്തും ഹൃദയം കൊണ്ട് എൻ്റെ ബാബ എന്ന് പറയുമെങ്കിൽ, പരമാത്മാ ബാബ, എൻ്റെ ബാബ എങ്കിൽ ചൊല്ലുണ്ട്, ഭഗവാൻ സദാ ഹാജരാണ്. അഥവാ താങ്കൾ ഹൃദയം കൊണ്ട് അധികാരി രൂപത്തിൽ ഇങ്ങനെയുള്ള സമയത്ത് എൻ്റെ ബാബ എന്ന് പറഞ്ഞുവെങ്കിൽ ബാബ അഥവാ പ്രഭു ഹാജരാകും. കാരണം ബാബ ആർക്ക് വേണ്ടിയാണ്? കുട്ടികൾക്ക് വേണ്ടിയാണല്ലോ. അധികാരികളായ കുട്ടികൾക്ക് ബാബ സഹയോഗം നൽകാതിരിക്കുക എന്നത് സംഭവ്യമേ അല്ല, അസംഭവ്യമാണ്. അപ്പോൾ പരിവർത്തനം ചെയ്തുകൊണ്ട് പോകണം. എങ്ങനെയാണോ വന്നത് അതേപോലെ പോകരുത്. പരിവർത്തനം ചെയ്തുകൊണ്ട് തന്നെ പോകണം. കാരണം നോക്കൂ, ഇത്രയും ചിലവ് ചെയ്തു വന്നിരിക്കുകയാണ്. ടിക്കറ്റ് എടുത്തുവല്ലോ, ചെലവും ചെയ്തു, സമയവും നൽകി. അപ്പോൾ അതിനുള്ള വാല്യൂ വയ്ക്കുമല്ലോ. വാല്യൂ ആണ് സ്വപരിവർത്തനത്തിലൂടെ. ആദ്യം വീടിൻ്റെ പരിവർത്തനം, പിന്നെ വിശ്വത്തിൻ്റെയും ദേശത്തിൻ്റെയും പരിവർത്തനം. താങ്കളുടെ വീട് ആശ്രമമായി മാറട്ടെ. വീടല്ല, ആശ്രമം. പൊതുവെ ശാസ്ത്രത്തിലും ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നു. എന്നാൽ ഇന്ന് ആശ്രമം അല്ല. ആശ്രമം വേറെയാണ്, വീട് വേറെയാണ്. അപ്പോൾ വീടിനെ ആശ്രമം ആക്കണം. ആശീർവാദങ്ങൾ നൽകണം, നേടണം. ഇത് ആശ്രമത്തിൻ്റെ കാര്യമാണ്. താങ്കളുടെ വീട് ക്ഷേത്രമായി മാറും. ക്ഷേത്രത്തിൽ മൂർത്തി എന്താണ് ചെയ്യുന്നത്? ആശീർവാദങ്ങൾ നൽകുന്നുവല്ലോ. മൂർത്തിയുടെ മുന്നിൽ പോയി എന്താണ് പറയുന്നത്? ആശീർവാദം നൽകൂ, മേഴ്സി മേഴ്സി, ദയ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. അപ്പോൾ താങ്കളും എന്താണ് നൽകേണ്ടത്? ആശീർവാദം. ഈശ്വരീയ സ്നേഹം നൽകൂ. ആത്മീയ സ്നേഹം, ശരീരത്തിൻ്റെ സ്നേഹമല്ല, ആത്മീയ സ്നേഹം. ഇന്നത്തെ സ്നേഹമാണെങ്കിൽ സ്വാർത്ഥതയുടെ സ്നേഹമാണ്, സത്യമായ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമല്ല. സ്വാർത്ഥത ഉണ്ടായിരിക്കുകയാണെങ്കിൽ സ്നേഹം നൽകും. സ്വാർത്ഥത ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഡോണ്ട് കെയർ. അപ്പോൾ താങ്കൾ എന്തു ചെയ്യും? ആത്മീയ സ്നേഹം നൽകണം, ആശീർവാദം നൽകണം. ദുഃഖം സ്വീകരിക്കരുത്, ദുഃഖം കൊടുക്കരുത്. നോക്കൂ, താങ്കൾക്ക് ചാൻസ് ലഭിച്ചിരിക്കുകയാണ്. ബാബ്ദാദയ്ക്കും സന്തോഷമുണ്ട്. ഇത്രയും പേർ ആരെല്ലാം വന്നിരിക്കുന്നുവോ, ഭാരതത്തിലെ ഏകദേശം 250 VIPs റിട്രീറ്റിൽ വന്നിരിക്കുകയാണ്. ഇത്രയും വീടുകൾ ആശ്രമമാകുമല്ലോ, ആക്കുമല്ലോ. ഉറപ്പാണോ? അതോ കുറച്ചൊക്കെ ഉറപ്പില്ലാത്തവരാണോ?
ആരാണോ ഇങ്ങനെ മനസ്സിലാക്കുന്നത്, എന്തും സംഭവിച്ചു കൊള്ളട്ടെ, അല്പം സഹിക്കേണ്ടി വന്നാലും ഉൾക്കൊള്ളാനുള്ള ശക്തി കാര്യത്തിൽ ഉപയോഗിക്കേണ്ടി വരും. എന്നാൽ സഹനശക്തിയുടെ ഫലം വളരെ മധുരമായിരിക്കും. സഹിക്കേണ്ടി വരുന്നു, എന്നാൽ ഫലം വളരെ മധുരമായിരിക്കും. അപ്പോൾ ആരാണോ ഉറച്ച വാഗ്ദാനം ചെയ്യുന്നത്, വീടിനെ സ്വർഗമാക്കും, ക്ഷേത്രമാക്കും, ആശ്രമമാക്കും എന്ന് അവർ കൈ ഉയർത്തു. നോക്കിയും കണ്ടും ഉയർത്തരുത്, കാരണം പിന്നീട് ബാബ്ദാദ കണക്കെടുക്കുമല്ലോ. കണ്ടുകൊണ്ട് ഉയർത്തരുത്. സത്യസത്യമായ മനസ്സിൻ്റെ കൈ, മനസ്സുകൊണ്ട് കൈ ഉയർത്തു. ശരി ദാദിമാർ, ഇവർക്ക് ഇതിനുള്ള എന്ത് പ്രൈസ് നൽകും? പറയൂ ദാദി, ഇത്രയും ക്ഷേത്രങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ താങ്കൾ അവർക്ക് എന്ത് പ്രൈസ് നൽകും? ദാദി പറഞ്ഞു, തൻ്റെ വീട്ടിലുള്ളവരെയും കൊണ്ടുവരട്ടെ. ഇത് പ്രൈസ് നൽകിയതല്ല, ഇത് കാര്യം കേൾപ്പിച്ചതാണ്. ദാദി പറഞ്ഞു, ബാബയുടെ ആജ്ഞ പോലെ. നോക്കൂ, പ്രൈസ് താങ്കൾക്ക് ലഭിക്കും. വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ എന്താണ് പക്ഷേ എന്നത് പറയട്ടെ. താങ്കൾ പോയതിനു ശേഷം തൻ്റെ ധാരണയിലൂടെ പരിവർത്തനപ്പെടുത്തണം. 15 ദിവസത്തിനു ശേഷമോ 1 മാസത്തിനു ശേഷമോ തൻ്റെ റിസൾട്ട് എഴുതണം. ആരാണോ 1 മാസവും ദുഃഖം സ്വീകരിക്കാത്തത്, നൽകാത്തത്, അവർക്ക് വളരെ നല്ല പ്രൈസ് നൽകും. അഥവാ താങ്കൾ വരികയാണെങ്കിൽ ആശംസകൾ, അഥവാ വരാൻ സാധിച്ചില്ലെങ്കിൽ പോലും സെന്ററിൽ അയക്കും. ശരി. 4 ഭാഗത്തുമുള്ള ദേശവിദേശങ്ങളിലെ കുട്ടികളുടെ ഓർമ്മകൾ ബാബ്ദാദയ്ക്ക് ലഭിച്ചു. ഫോണിലൂടെ ഓർമ്മകൾ അയച്ചതായാലും കത്തിലൂടെ ആയാലും ഹൃദയത്തിൽ ഓർമ്മിച്ചതായാലും ബാബ്ദാദ എല്ലാ കുട്ടികൾക്കും ഭാരതത്തിലേതായാലും വിദേശത്തേതായാലും റിട്ടേണായി ആശീർവാദങ്ങളും സ്നേഹസ്മരണകളും കോടി മടങ്ങ് നൽകുകയാണ്. 4 ഭാഗത്തുമുള്ള പരമാത്മാ സ്നേഹത്തിൻ്റെ അധികാരികളായ കുട്ടികൾക്ക് 4 ഭാഗത്തുമുള്ള സർവ ഖജനാവുകളാൽ നിറഞ്ഞവരും നിർവിഘ്ന, നിർവികൽപ്പ, നിർവ്യർത്ഥ സങ്കല്പത്തിൽ ഇരിക്കുന്ന ശ്രേഷ്ഠ ആത്മാക്കൾക്ക്, അതിനോടൊപ്പം സർവ പരിവർത്തനവും ചെയ്യുന്നതിൻ്റെയും ചെയ്യിക്കുന്നതിൻ്റെയും ഉന്മേഷത്തിലും ഉത്സാഹത്തിലും പറക്കുന്ന കുട്ടികൾക്ക്, അതിനോടൊപ്പം ബാബ്ദാദയ്ക്ക് സത്യമായ ഹൃദയത്തിൽ നിന്നുള്ള സമാചാരം നൽകുന്ന സത്യമായ ഹൃദയമുള്ള കുട്ടികൾക്ക്, വിശേഷിച്ച് ദിലാരാമൻ്റെ രൂപത്തിൽ, പിതാവിൻ്റെ രൂപത്തിൽ, ശിക്ഷകൻ്റെ രൂപത്തിൽ, സദ്ഗുരുവിൻ്റെ രൂപത്തിൽ കോടി മടങ്ങ് സ്നേഹസ്മരണകൾ. നമസ്തേ. വരദാനം. അലയുന്ന ആത്മാക്കൾക്ക് യഥാർത്ഥ ലക്ഷ്യം കാണിച്ചു കൊടുക്കുന്ന ചൈതന്യ ലൈറ്റ് മൈറ്റ് ഹൗസായി ഭവിക്കട്ടെ. ഏതെങ്കിലും അലയുന്ന ആത്മാവിന് യഥാർത്ഥ ലക്ഷ്യം കാണിച്ചു കൊടുക്കുന്നതിനായി ചൈതന്യ ലൈറ്റ് മൈറ്റ് ഹൗസ് ആകൂ. ഇതിനു വേണ്ടി 2 കാര്യങ്ങൾ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കട്ടെ. 1, ഓരോ ആത്മാവിൻ്റെയും ആഗ്രഹത്തെ തിരിച്ചറിയണം. ഏതുപോലെ ആരാണോ നാഡി അറിയുന്നത് അവരെ യോഗ്യ ഡോക്ടർ എന്ന് പറയുന്നു, അതേപോലെ തിരിച്ചറിയാനുള്ള ശക്തിയെ സദാ യൂസ് ചെയ്യണം. 2, സദാ തൻ്റെ പക്കൽ സർവ ഖജനാവുകളുടെയും അനുഭവം നിലനിർത്തണം. സദാ ഈ ലക്ഷ്യം വയ്ക്കണം. കേൾപ്പിച്ചാൽ പോരാ, എന്നാൽ സർവ സംബന്ധങ്ങളുടെയും സർവ ശക്തികളുടെയും അനുഭവം ഉണ്ടാക്കിക്കണം. സ്ലോഗൻ. മറ്റുള്ളവരുടെ കറക്ഷൻ ചെയ്യുന്നതിന് പകരം ഒരു ബാബയുമായി ശരിയായ കണക്ഷൻ വയ്ക്കൂ. അവ്യക്ത സൂചന. ആത്മീയ റോയൽറ്റിയും പ്യൂരിറ്റിയുടെ പേഴ്സണാലിറ്റിയും ധാരണ ചെയ്യൂ. തൻ്റെ നിജസ്വരൂപവും വരദാനി സ്വരൂപവും സദാ സ്മൃതിയിൽ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അപവിത്രതയുടെയും വിസ്മൃതിയുടെയും പേരും അടയാളവും സമാപ്തമാകും. വിസ്മൃതി അഥവാ അപവിത്രത എന്താണ് എന്നതിൻ്റെ അവിദ്യ ഇപ്പോൾ ഉണ്ടാകണം. കാരണം ഈ സംസ്കാരം അഥവാ സ്വരൂപം താങ്കളുടേതല്ല, മറിച്ച് താങ്കളുടെ പൂർവ്വജന്മത്തിൻ്റെതായിരുന്നു. ഇപ്പോൾ താങ്കൾ ബ്രാഹ്മണനാണ്. ഇത് ശൂദ്രരുടെ സംസ്കാരം അഥവാ സ്വരൂപമാണ്. ഇപ്രകാരം തൻ്റേതിൽ നിന്നും ഭിന്നമായി, അതായത്
മറ്റൊരാളുടെ സംസ്കാരമായി അനുഭവപ്പെടണം. ഇതിനെയാണ് പറയുന്നത് വേറിട്ടതും പ്രിയപ്പെട്ടതും. ഓം ശാന്തി. ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രത്തിലൂടെ തൻ്റെ ആത്മസ്വരൂപത്തെ ദർശിക്കൂ. മസ്തക സിംഹാസനത്തിൽ നക്ഷത്രം പോലെ തിളങ്ങുന്ന ആത്മജ്യോതിയെ സ്പഷ്ടമായി കാണൂ. ഞാൻ മസ്തക സിംഹാസനത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വരാജ്യ അധികാരിയാണ്. മനോബുദ്ധികളുടെ അധികാരിയാണ്. കർമ്മേന്ദ്രിയങ്ങളുടെ അധികാരിയാണ്. സർവശക്തികളുടെയും അധികാരിയാണ്. സ്വയം ശക്തിശാലി ആത്മാവായി വിഭാവന ചെയ്യൂ. എന്നിൽ നിന്നും 4 ഭാഗത്തും ശക്തിശാലി കിരണങ്ങൾ വ്യാപിക്കുകയാണ്. ഈ ശക്തിശാലി കിരണങ്ങൾ ശക്തിയുടെ ഒരു പ്രഭാമണ്ഡലം എനിക്ക് ചുറ്റും നിർമ്മിക്കുന്നു. ആ പ്രഭാമണ്ഡലത്തിനുള്ളിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. തൻ്റെ മനസ്സും ബുദ്ധിയും കൊണ്ട് സ്വയം തന്നെ ദേഹത്തിൽ നിന്നും ഉപരിയാക്കി സൂര്യ ചന്ദ്ര നക്ഷത്രങ്ങൾക്കും ഉപരിയാക്കി പരമധാമത്തിൽ സ്ഥിതി ചെയ്യിക്കൂ. സർവത്ര സ്വർണ്ണ ചുവപ്പ് പ്രകാശം നിറഞ്ഞ ഈ ശാന്തിധാമം എൻ്റെ ഗ്രഹമാണ്. ഇവിടെ ഡീപ് സൈലൻസ് ആണ്. ഈ അതിശാന്തിയുടെ ഗ്രഹത്തിൽ ഞാൻ സമ്പൂർണ്ണ സ്വസ്ഥ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. സമ്പൂർണ്ണ മുക്ത അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ പരമധാമത്തിൽ ബുദ്ധിയാകുന്ന നേത്രം കൊണ്ട് സർവശക്തിവാനായ സൃഷ്ടിയുടെ ബീജരൂപനായ ശിവബാബയുടെ സ്വരൂപത്തെ സ്പഷ്ടമായി കാണൂ. ശിവബാബയുടെ അനന്ത ശക്തികളുടെ കിരണങ്ങൾ ആത്മാവിൽ പതിക്കുന്നതായി വിഭാവന ചെയ്യൂ. പരമധാമത്തിലെ ഈ മഹാജ്യോതിയിൽ നിന്നും സർവശക്തികളും ഞാൻ ഉൾക്കൊള്ളുകയാണ്. ഞാൻ മാസ്റ്റർ സർവശക്തിവാനായി മാറുന്നു. എന്നിൽ നിന്നും ശക്തിയുടെ പ്രകാശകിരണങ്ങൾ മുഴുവൻ വിശ്വത്തിലും വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ സർവശ്രേഷ്ഠ ശക്തിശാലി സ്ഥിതി പ്രാപ്തമാക്കി ഞാൻ മസ്തക സിംഹാസനത്തിലേക്ക് മടങ്ങി വരുന്നു.